കറുപ്പാൽ മിഴിയെഴുതും മീനല്ല, പൂനിലാവല്ല പുലർവേളയിൽ മുല്ലയാവില്ല മൂവന്തിയിൽ, അവളല്ലിയാമ്പലല്ല കുഞ്ഞു തെന്നലേ കുറുമ്പിന്റെ മറക്കുടയ. അമ്മച്ചിയേ, രാവിലെ പത്രം വായിക്കുകയാണോ? ആ കൊച്ചുമോളെ, എന്നാ ഉണ്ടടി വിശേഷം? നിന്റെ അമ്മ ആശുപത്രിയിൽ നിന്ന് വന്നോ? ഇന്നലെ വൈകിട്ട് വന്നമ്മച്ചി. റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞേ. ഓ, പെട്ടെന്ന് പോട്ടെ. അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടടി, പെട്ടെന്ന് സുഖമാകട്ടെ. ശരി അമ്മച്ചി, എന്നാ ഞാൻ പോയേക്കുവാ. ബാബുച്ചേട്ടന്റെ കടയിൽ നിന്ന് പാല് വാങ്ങിക്കാനുണ്ട്. എടി ഡെയ്സി, ഹോ, ഇവളിത് എവിടെ പോയി കിടക്കുവാ? ഈ അമ്മച്ചി രാവിലെ എന്നാ വിളിച്ചു പോകുന്നേ? നാട്ടുകാരെ പോലും വെറുതെ വിടത്തില്ലല്ലോ. നിന്നെ ഞാൻ വിളിച്ചു മടുത്തല്ലോ. ഒരു ഗ്ലാസ് കട്ടൻ ഉണ്ടാവോ അടുക്കളയിലെങ്ങാനും? നേരം വെളുത്തിട്ട് 2 മണിക്കൂറായി. കട്ടൻ ഉണ്ടാക്കിയിട്ട് നേരം എത്രയായി? നാട്ടുകാരോട് കഥ പറഞ്ഞിരിക്കാതെ അമ്മച്ചിക്ക് അങ്ങോട്ട് വന്ന് എടുത്ത് കുടിക്കാൻ മേലെ. എന്റെ കർത്താവേ, എന്നെ അങ്ങോട്ട് വിളിച്ചുകൂടെ? എന്നാത്തിനാ ഇങ്ങനെ ഇട്ട് എന്നെ കഷ്ടപ്പെടുത്തുന്നേ? എന്റെ ഉച്ചായനുണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ എന്നോട് ഇങ്ങനെ കാണിക്കുമായിരുന്നോ? ആണ്ടെ തുടങ്ങി കള്ളക്കരച്ചില്. അന്ന് വൃദ്ധസദനത്തിൽ നിന്ന് സംഭാവന ചോദിച്ചു വന്നപ്പോ ഇവരെ അങ്ങ് സംഭാവനയായിട്ട് കൊടുത്താ മതിയായിരുന്നു. എടി, എന്റെയും എന്റെ കെട്ടിയോൻ ദേവസ്യാച്ചന്റെയും സംഭാവനയാണ് നിന്റെ കെട്ടിയോൻ എന്ന കാര്യം നീ മറക്കരുത്. ഓ എന്റെ തലേവിധി, അല്ലാതെ എന്നാ പറയാനാ? തിത്തിത്താരം പാടും തത്തമ്മയ്ക്കും നാടാൻ തത്തിത്തത്തും മാമ്പഴക്കാലം, കൊത്തി കൊത്തി തിന്നാൻ മുത്തം തേടി പോകും മുത്തിന്നത്ത മാമ്പഴക്കാലം. എന്നതാ ഇവിടെ രാവിലെ തന്നെ ബഹളം തുടങ്ങിയോ? അമ്മച്ചി അവിടെ ഇരുന്നൊരു കൊന്ത ചെല്ലിക്കേ. എന്റെ കട്ടൻ എന്തിയടാ? അത് കിട്ടിയിട്ട് ഞാൻ കൊന്തയെല്ലാം തുടങ്ങാം. ഇന്നാ കട്ടൻ. ഇനി സമാധാനത്തിലിരുന്ന് കൊന്ത ചൊല്ലിക്കോ കേട്ടോ. പിന്നെ എനിക്കിവിടെ വേണ്ടി പ്രാർത്ഥിച്ചേരേ. അളവില്ലാത്ത സർവ്വമനുഷ്യനായാലും സർവേശ്വര കർത്താവേ, നീച മനുഷ്യരൊന്നും അറിയാത്ത പാപികളായിരിക്കും ഞങ്ങൾ. Johnny money, Johnny, you are my cunning money. Johnny money, Johnny, why you won't plenty money? അമ്മേ, ഞാൻ കോളേജിൽ പോകുവാണേ. ഇന്ന് വരാൻ വൈകും. ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. ബൈ ബൈ അമ്മച്ചി, ഐ മിസ് യു. ജോസൂട്ടി മോനെ, മിസ്സടാ, നിനക്ക് മാത്രമേ അമ്മച്ചിയോട് സ്നേഹമുള്ളൂ. അത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്റെ അമ്മച്ചി. ഓ എന്റെ തങ്കക്കുടമേ, ഞാൻ പോയിട്ട് വരാവേ. നീ എന്നാടി ഇന്ന് പള്ളി വരാഞ്ഞേ? അത് പിന്നെ അമ്മ, ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ കേട്ട് മുറിക്കാത്തുന്ന പൊട്ടലും ചീറ്റിലും ഒക്കെ. ഒന്നിനും ഒരു ഭക്തിയില്ല. രാവിലെ തുടങ്ങും ഫോണെ കുത്താൻ. അതെങ്ങനാ? അപ്പൻ്റെതല്ലേ മക്കള്, അങ്ങേരാണ്ട ഫോണെ തന്നെ കണ്ണെടുക്കാതെ ഇരിക്കുന്നു. നിനക്ക് അങ്ങനെ തന്നെ വേണോടാ. ഒന്ന് പോവാൻ പറ്റി. അയ്യോ വർക്കിച്ചായ, ഇപ്പഴാ ഒരു കാര്യം ഓർത്തെ. എന്നതാ ഡേസി? വർക്കിച്ചായ, നീ രണ്ടുപേരല്ലേ ഏതെങ്കിലും ഒന്ന് തൊട്ടെ. അത് പിന്നെ ഇത് തൊടണോ ഇത് തൊടണോ? തൊട്. എങ്ങനാ? ഞാൻ ആലോചിച്ചിട്ട് ഇത് തൊടണം. തൊട്. അത് ഞാൻ എങ്ങനെയാ? തൊട് മനുഷ്യ. ഭാഗ്യവാനെ, ഒറ്റയടിക്കല്ലേ 10,000 രൂപ ലാഭിച്ചത്. ഈ വിരലിലാണ് തൊട്ടതെങ്കിൽ എനിക്ക് 20,000 രൂപയുടെ സാരി വാങ്ങി തരണമായിരുന്നു. ഇതിപ്പോ ഈ വിരലായതുകൊണ്ട് 10,000 രൂപയുടെ സാരി മതി. ഭാഗ്യവാൻ. കള്ളൻ. ഞാനൊരു ഭാഗ്യവാൻ തന്നെ. ചാച്ചാ, ഇനി ഈ 2 വിരലിലൊരെണ്ണം തൊട്ടെ. ഓടിക്കോണവിടുന്ന്.
താണ്ടെ വിസിലടിച്ച് ഞാൻ പോവാ. കണ്ടോ കണ്ടോ, ആരാണ്ട് വന്ന് വിസിലടിക്കാൻ കാത്തു നിൽക്കുമായിരുന്നു നിന്റെ പെണ്ണുമ്പിള്ള കൂടെ ഇറങ്ങിപ്പോകാൻ. ഓ എന്റെ അമ്മച്ചി, അത് ഇറച്ചി വന്നപ്പോ കുക്കറിന്റെ വിസിലടിച്ചതാ. ഇറച്ചി വെന്തോ? എന്നാ ഞാനും പോട്ടെ. എടി ഡേസി, നീ ഉപ്പ് നോക്കി അത് തീർത്തേക്കല്ലേ. അയ്യോ അമ്മേ, അമ്മച്ചി തീർക്കല്ലേ, എനിക്കും വേണം കേട്ടോ. ജോസൂട്ടിയുടെ ആ ചെണ്ടക്കപ്പ പോലത്തെ സാധനം എന്തിയേ? കുറച്ച് എക്സർസൈസ് ഒക്കെ ചെയ്ത് ഫിറ്റ് ആയേക്കാം. അത് ഇവിടെ എവിടെയോ. ആ കിട്ടി. ചാച്ചന് ഇത് എന്നതാ കാണിക്കുന്നേ? ഓ ചാകാറായി. നിക്കട്ടെ, നടുവ് നേരെ നിക്കട്ടെ ചാച്ച. ആടി ചെയ്യല്ലേ. ആ നടുവ് നേരെ നിക്കട്ടെ. ആ അങ്ങനെ നേരെ നിക്കട്ടെ. ആ കൈ തൂക്കിട്ടെ. ഇനി ചെയ്തേ. രണ്ടും കൂടി പറ്റത്തില്ല, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. എന്നെ കൊല്ലല്ലേ. എടാ വർക്കിച്ച, നിനക്ക് ഞാനിത് എത്ര തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. എടാ ഇങ്ങനെ എന്നത് അമ്മച്ചി ഒന്ന് പൊക്കേ, ടെൻഷനാക്കാതെ. എന്റെ ദേവസ്യാച്ചൻ ഉണ്ടായിരുന്നേല് 6 അടി പൊക്കവും ഉരുക്ക് പോലത്തെ ശരീരവുമല്ലേ. ഹോ, ഇതൊക്കെ പുല്ല് പോലെ ചെയ്തേനെ. നീ കണ്ടിട്ടില്ലേടാ? കണ്ടിട്ടുണ്ട്. ആലീസ് മിയാക്കുട്ടി എഴുന്നേറ്റില്ലേടി? പുലരുളി വന്നു ചേരുന്നിതാ, നിഴലല ദൂരമായുന്നിതാ. വായു 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 വായു. എന്റെ പൊന്നുമോള് നന്നായി ഉറങ്ങിയോ? ന്യൂസിലൻഡിൽ നിന്ന് 3 പ്ലെയിനൊക്കെ പിടിച്ചു വന്നല്ലേ. ഇതെന്താടി ആലിസേ, ഇവളുടെ കഴുത്തിൽ ഈ കറുത്ത മുത്ത്? നല്ല സ്വർണ്ണമാലയൊന്നും ഇല്ലേടി എന്റെ കൊച്ചിനെ ഇടിയിക്കാൻ? എന്റെ അമ്മച്ചി, ഇപ്പൊ പണ്ടത്തെ പോലെ ആരും സ്വർണ്ണം ഒന്നും ഇടത്തില്ലെന്നേ. ഇവനോട് ചോദിച്ചു നോക്ക്. അല്ലയോടി റോസക്കുട്ടി? അമ്മേ, ആരോ വരുന്നുണ്ടല്ലോ. നമ്മുടെ ജോസഫ് അച്ഛനാണല്ലോ. ഉയിരിൻ നാഥനേ, ഉലകിൻ നാദിയേ, ഇരുളിൻ വീതി. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അതേ, ഒരു പ്രശ്നമുണ്ടല്ലോ. നമ്മുടെ SI സാർ ഒരു കേസിൻ്റെ ആവശ്യത്തിന് നമ്മുടെ ടൗണിൽ ഞാൻ ബാറിൽ ചെന്നപ്പോൾ പകൽ സമയമല്ലേ, കുറേ പിള്ളേർ അവിടെ ഇരിക്കുന്നത് കണ്ടു. നമ്മുടെ ജോസൂട്ടിയെ കണ്ടപ്പോൾ പരിചയം തോന്നിയുകൊണ്ട് എന്നെ വിളിച്ച് ചോദിച്ചു. അവരിതേ വരുന്നുണ്ട്. ഇത് എന്റെ കഥയാണ്. ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറാണ്. ഇവനെ പള്ളിയിൽ വെച്ച് കണ്ട് പരിചയമുള്ളത് കൊണ്ടാ അച്ഛനെ വിളിച്ച് ചോദിച്ചത്. കൂമ്പിനെട്ടൊരെണ്ണം കൊടുക്കാനാ തോന്നിയത്. ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാടാണ് ഇപ്പോഴത്തെ പിള്ളേരെ വഴിപഴപ്പിക്കുന്നത്. മൂളയിലെ നുള്ളിയില്ലെങ്കിൽ ഭയങ്കര അപകടമാണ്. ഈ ജോർജ് സാർ എത്രയോ പേരുടെ അനുഭവം കണ്ടുകൊണ്ട് പറയുക. കുരുത്തം കെട്ടവനെ, നീ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാൻ ഉണ്ടായതാണോ? എന്റെ ഈശോയെ, നിന്നെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ലല്ലോടാ. മോനെ ജോസൂട്ടി, അമ്മച്ചിയുടെ ചങ്കു പൊട്ടുന്നടാ. ചേട്ടാ, എന്നാൽ ഇങ്ങനെ ചെയ്തല്ലോ. പോട്ടെ, ആരും ഇനി അവനെ വഴക്ക് പറയണ്ട. അവനൊരബദ്ധം പറ്റിയതാണ്. ജോസൂട്ടി, ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ. അതെ, ഈ വർഷത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഇത് ജൂബിലി വർഷമാണ്. ദിസ് ഈസ് ദ ഇയർ ഓഫ് ലോർഡ്സ് ഫേവർ, കർത്താവിന്റെ കൃപാവത്സരം, പുതിയ തുടക്കങ്ങളുടെ വർഷം, പഴയ തർക്കങ്ങളെ മറക്കാനും പൊറുക്കാനുമുള്ള വർഷം. ഈ ജൂബിലിയുടെ ആപ്തവാക്യം തന്നെ പ്രതീക്ഷയുടെ തീർത്ഥാടകർ അഥവാ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് എന്നാണ്. ഈശോയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ജീവിതം ലോകത്തിലെ ജനനത്തിനും മരണത്തിനും അപ്പുറം ഒരു തീർത്ഥാടനമാണെന്ന് ഓർക്കണം. അതെ, സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള തീർത്ഥാടനം. ചാച്ച, അമ്മേ, അമ്മച്ചി, റോസക്കുട്ടി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഇനി മേലിൽ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. നല്ല തീരുമാനം മോനെ. ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇത് കണ്ടോ, ഇതാണ് എന്റെ പിൽഗ്രിം ബെയർ. He has a backpack, a neckerchief and a hat, and he is good to go for his pilgrimage of hope. Yay! Let's go too. തീനാളം പോലെ പ്രത്യാശ ജ്വലിക്കുന്നു. എന്നിലെ ഗാനമിതാ നിന്നിലണയ്ക്കുന്നു. ജീവൻ ഉറവിടമേ, അന്ത്യമിഴാത്തോനേ, ജീവിത പാതകളിൽ
ശരണം നീ മാത്രം. ജൂബിലി മഹാജൂബിലി ഈശോ മിശിഹാതൻ മഹാജൂബിലി. എടാ എടാ വർക്കിച്ച എന്നാ അമ്മച്ചി? എടാ വർക്കിച്ച ആ എസ് എ ജോർജ് സാറിനെ ദേവസ്യാച്ചൻ്റെ അതേ ശബ്ദം, അതേ രൂപം. ഇനി അങ്ങേരെങ്ങാനും കുഴിയിൽ നിന്ന് എണീറ്റ് വന്നതാണോടാ? വയസ്സാങ്കാലത്തെ ഓരോ തോന്നലേ. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല.